ഹലോ, നമ്മളിന്ന് ഒരു യാത്ര പോവുകയാണേ. നമ്മുടെ യൂണിറ്റിൽ നിന്ന് കൊണ്ടുപോകുന്നതാണ്. ഗംഗാസാഗറിലേക്ക് പോവുക. ഇപ്പോൾ വെളുപ്പിനെ ഒരു 3:30 നമ്മൾ റെഡിയായി അങ്ങോട്ട് നടന്നു പോകും. നമ്മുടെ അവിടെ ഇച്ചിരി അങ്ങോട്ട് നടക്കണം. ബസ് അവിടെ ആണ്. നമ്മൾ വന്നപ്പോഴത്തേന് ബസ്സെല്ലാം ആയി, ആൾക്കാരും എല്ലാം വന്നു കഴിഞ്ഞിരുന്നു. ഇതാണ് ടിക്കറ്റ്. ഈ ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും കയറുമ്പം ഇതിൽ നിന്ന് കയറി നമ്മൾ കൊടുക്കണം. ഇത് ബസ്സിലെല്ലാം കയറി ഞങ്ങൾ ഇരുന്നു. യാത്ര തുടങ്ങി. ഒരു 4:45 വണ്ടിയെല്ലാം എടുക്കാൻ തുടങ്ങിയപ്പം നമ്മൾ അങ്ങനെ കയറി പോയി. ഒരു അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ചങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഇങ്ങനെയൊക്കെ ക്ഷീണമായി, ഇങ്ങനെ ഛർദ്ദിച്ചു. രാവിലെ കയറിയപ്പോഴേ ഒരു ആപ്പിൾ എടുത്ത് കഴിച്ചായിരുന്നു. അന്നേരം ഛർദ്ദിച്ച് അച്ഛൻ്റെ മടിയിലായി ഇങ്ങനെ. പിന്നെ കുറച്ച് കഴിഞ്ഞ് പിന്നെ അങ്ങ് ഉറങ്ങി. പിന്നെ നല്ല മഞ്ഞായിരുന്നു. പോകുന്ന വഴിക്ക് നമ്മുടെ ഇവിടത്തെക്കാട്ടിലും ഫോട്ടോ ലിമിറ്റിലെക്കാട്ടിലും മഞ്ഞായിരുന്നു. അങ്ങോട്ട് പോകുന്ന വഴിക്ക് നല്ല മഞ്ഞുണ്ടായിരുന്നു. പിന്നെ ഇവിടെ നമ്മളൊരു 8:30 ആയപ്പോഴത്തേന് നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നമ്മുടെ കയ്യിൽ കട്ടച്ചോള കണ്ടില്ലേ? നമ്മുടെ നാട്ടിലെ കട്ട ഉണ്ടാക്കുന്ന പോലത്തെ കട്ടകൾ ഉണ്ടാക്കുകയാണ് അവിടെ. ഇന്ന് നമ്മൾ അങ്ങോട്ട് പോവാണ്, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. നമുക്ക് എല്ലാം ഇത് വേറെ അവിടുത്തെ ഒരു യൂണിറ്റിൽ നിന്ന് നമുക്ക് അറേഞ്ച് ചെയ്ത് തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം. ബ്രേക്ക്ഫാസ്റ്റ് ചോള ഭട്ടൂരയായിരുന്നു, അച്ചാറും. അതെല്ലാം കഴിച്ച് നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അതെല്ലാം കഴിച്ച് പിന്നെ ഇവിടെ ഫോട്ടോ എടുക്കുന്നൊരു പോയിൻ്റ് ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നടക്കാൻ പോയി. നമുക്കൊരു 1 കിലോമീറ്റർ നടന്ന് വേണം നമുക്ക് ഷിപ്പിൽ കയറാൻ. അപ്പോൾ ഷിപ്പിൽ കയറാൻ അങ്ങോട്ട് നടന്നപ്പോൾ വഴിയിൽ കണ്ടതാ താറാൻ കുഞ്ഞുങ്ങളെ, നമ്മുടെ നാട്ടിലെ കോഴികളെയൊക്കെ. അവിടുന്ന് ഇനിയും നമുക്ക് എൻജിനീയേഴ്സിൻ്റെ ഷിപ്പാണ്. അപ്പോൾ നമുക്ക് ആ ഷിപ്പിൽ കയറി, ഷിപ്പിലൊരു 40 മിനിറ്റ് യാത്രയുണ്ട് അക്കരെ ചെല്ലാൻ. ഇനി ഷിപ്പിൽ കയറി പോകണം. കണ്ടില്ല, ഇതിവിടുത്തെ വീടുകളാണ്. ഈ വീടിൻ്റെ അടുത്തെല്ലാം ഓരോ കുളം പോലെ. മിക്ക വീടുകളുടെ അടുത്തുണ്ട് ഇങ്ങനൊരു കുളം. കണ്ടില്ല, നമ്മൾ ഷിപ്പിൻ്റെ അടുത്തെത്തി. അവിടോട്ട് നടന്നു പോവാണ്. ആൾക്കാരെ നോക്കി ടിക്കറ്റ് മേടിച്ചാണ് ആൾക്കാരെ കയറ്റുന്നത്. സിവിലിയൻസ് ഒന്നുമില്ല. ഇപ്പം ഫുൾ ആർമിക്ക് 4 ദിവസത്തേക്ക് ആർമിക്ക്. ഇന്നലെ ലാസ്റ്റ് ഡേറ്റ് ആയിരുന്നു, കഴിഞ്ഞു. ഇനിയിപ്പോൾ സിവിലിയൻസാണ്. ഈ മകരസംക്രാന്തി തുടങ്ങുമ്പോൾ, മകരസംക്രാന്തിയാണ് 15-ാം തീയതി മറ്റോ മകരസംക്രാന്തി. അപ്പം അതിനുവേണ്ടി അന്നേരം ഭയങ്കര പ്രോഗ്രാം. അപ്പോൾ ഫുള്ള് സിവിലിയൻസ്. അപ്പോൾ അതിന് മുന്നേ ആർമിക്ക് വേണ്ടി ഇത്രയും ദിവസം നമുക്ക് കിട്ടുന്നതാണ്. ആർമിക്ക് അങ്ങനെ പോലീസ് എല്ലാം ഉണ്ട്. നമുക്ക് ലൈഫ് ജാക്കറ്റൊക്കെ ഉണ്ട്. അതൊക്കെ തന്ന് അതൊക്കെ ഇട്ട് പിന്നെ അത് കുറച്ച് നേരം ഇട്ടോളൂ. അത് കഴിഞ്ഞ് പിന്നെ ഊരി. അത് ഭയങ്കര ചൂട് അതിട്ടിട്ട്. പിന്നെ ആദ്യമേ എല്ലാവരും ഇട്ട് പിന്നെ എല്ലാവരും പതുക്കെ ഊരാൻ തുടങ്ങി. അത് നല്ല യാത്രയായിരുന്നു. അതിലൊരു 40 മിനിറ്റ് പെട്ടെന്നാണ് ആ 40 മിനിറ്റ് പോകുന്നത്. കയറിയിരുന്നതും പെട്ടെന്ന് അങ്ങ് ചെന്നു. ബസ്സിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേന് പിന്നെ കിങ്ങിൻ്റെ ക്ഷീണമെല്ലാം മാറി, ഇങ്ങനെ ഓക്കെ ആയി. നമ്മൾ ഷിപ്പിൽ നിന്ന് ഇറങ്ങി ഇനിയും ഒരു ബസ് കൂടെ കയറണം. ഒരു 30 കിലോമീറ്റർ കൂടെ പോകണം ഇനി. അപ്പം നമ്മൾ ബസ് കയറാൻ ഇനി ക്യൂ നിൽക്കുവാണ്. പിന്നെ നമ്മൾ വഴിയിൽ കണ്ടതാണ് ഇങ്ങനെ, നമ്മൾ ഈ മുള വെച്ചാണ് ഇവിടുത്തെ കൂടുതൽ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത്. മുള കീറി അത് വെച്ചാണ് അവിടുത്തെ കൂടുതൽ കാര്യങ്ങളും. അങ്ങനെ നമ്മൾ ഗംഗാസാഗറിലെത്തി. ഇത് ഗംഗാസാഗറിലേക്കുള്ള ഒരു ട്രാവലിംഗ് വീഡിയോ ആയിരുന്നു. ഇനിയും ഗംഗാസാഗറിലെ വിശേഷങ്ങളുമായി വീണ്ടും വേറൊരു വീഡിയോയുമായി വരാം. താങ്ക് യു.